ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ? ഇല്ല. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, നേരത്തെ സയ്യിദ് സുല്ലമി സൂചിപ്പിച്ചതുപോലെ വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ച് മൗലികമായ ഒരു ചർച്ചയാണ് നമ്മൾ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. വർത്തമാനകാല ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും മുസ്ലിങ്ങളുടെ നിലപാട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചും ഭൂതകാലത്തിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് പഠിക്കുവാനുള്ള പാഠത്തെക്കുറിച്ചുമുള്ള ഒരു കൂട്ടായ ചർച്ചയും വിശകലനവുമാണ് ഉദ്ദേശിക്കുന്നത്. ആമുഖമായി ഏതാനും ചില വിഷയങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും വർത്തമാനകാലത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾ എത്തിയിട്ടുള്ള അവസ്ഥയെക്കുറിച്ചും സൂചിപ്പിച്ച ശേഷം നമുക്ക് ചർച്ചകൾ ആരംഭിക്കാവുന്നതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന, ഇന്തോനേഷ്യ കഴിഞ്ഞാൽ രണ്ടാമതായി ജനസംഖ്യയുടെ വിഷയത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അതായത് 10 മുസ്ലിങ്ങൾ ലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ ഒരാള് ഇന്ത്യയിലെ മുസ്ലിമായിരിക്കും. 7-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം എത്തിയെന്നത് ചരിത്രകാരന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ്. ഇന്ത്യ എന്ന ഒരു സങ്കല്പം നമുക്കറിയാം. ഭാരതത്തിന്റെ പേരിൽ, ഇന്ത്യ ആർഷ ഭാരതം എന്ന പേരിൽ അഭിമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. എന്നാൽ ഇന്ത്യ എന്ന മഹത്തായ രാഷ്ട്രസങ്കല്പം ഇന്ത്യക്ക് സംഭാവന ചെയ്തത്, ഇന്ത്യയിലേക്ക് കടന്നുവരികയും ഇന്ത്യ 1000-ലേറെ വർഷം ഭരിക്കുകയും ചെയ്ത മുസ്ലിം ചക്രവർത്തിമാരായിരുന്നു. BC 1500 മുതൽ 500 വരെ ഇന്ത്യ നാട്ടുരാജ്യങ്ങളായിട്ട്, ഭിന്നമായ നാട്ടുരാജ്യങ്ങളായിട്ട് ഇന്ത്യയിൽ ഭരണം നടത്തിയത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാരായിരുന്നു. അതായത് BC 1500-ന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് ഭരണം എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നില്ല. ആദിവാസികൾക്കിടയിലുള്ള ഗോത്രവർഗങ്ങളും ഗോത്രത്തലവന്മാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. 1500-ൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർ, ഇറാനിൽ നിന്ന് കടന്നു വന്ന ആര്യന്മാരാണ് ഇന്ത്യയിൽ ആദ്യമായി നാട്ടുരാജ്യങ്ങളായിട്ട് ഇന്ത്യയിൽ ഭരണം തുടങ്ങിയത്. അവരിൽ നിന്ന് 500-ല്, അതായത് BC 500-ൽ ബുദ്ധന്മാര് ഭരണമേറ്റെടുക്കുകയും 800 വരെ ഇന്ത്യയിൽ ബുദ്ധമതസ്ഥരായിരുന്നു ഇന്ത്യയിൽ ഭരണം നടത്തിയത്. ഇതിനുശേഷമാണ് 1800-ന്റെ ശേഷം ഇന്ത്യയിലേക്ക് മുഹമ്മദ് ബിൻ കാസിമിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലേക്കുള്ള മുസ്ലിങ്ങളുടെ കടന്നുവരവ്. ഈ കടന്നുവരവിന്റെ ശേഷമാണ് ഇന്ത്യയെ ഒരു മൊത്തം രാഷ്ട്രമായിട്ട് സങ്കല്പിക്കുകയും പൊതുഭരണം ഇന്ത്യയിൽ ഉണ്ടാകുകയും ചെയ്യുന്നത് AD 800-ന് ശേഷമാണെന്ന് ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാവുന്നതാണ്. ഇന്ത്യ 1000 വർഷത്തോളം ഭരിച്ചിട്ടുള്ള മുസ്ലിം ചക്രവർത്തിമാർ, അത് മുഗളന്മാരാണെങ്കിലും അടിമവംശജരാണെങ്കിലും ഏത് വംശത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും, ഇന്ത്യ ഭരിച്ചിട്ടുള്ള, ഇന്ത്യയിൽ 1000 വർഷത്തിലേറെ ഭരണം നടത്തിയിട്ടുള്ള മുസ്ലിം ചക്രവർത്തിമാരാരും തന്നെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നത് ചരിത്രപരമായ ഒരു സത്യമാണ്. മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കുറിച്ച് സ്വാഭാവികമായി ഫാസിസ്റ്റ് ചരിത്രകാരന്മാരും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ചരിത്രകാരന്മാരും പലപ്പോഴും സൂചിപ്പിക്കാറ് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന ഒരു ദുരാരോപണം സ്വാഭാവികമായി സാധാരണഗതിയിൽ മുസ്ലിങ്ങൾക്ക് നേരെ ഉണ്ടാകാറുണ്ട്. എന്നാൽ വസ്തുത, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നരവംശ മ്യൂസിയമാണ് എന്നാണ് നരവംശ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ. മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുള്ള 1000 വർഷം ഇവിടെയുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ എന്തെങ്കിലും ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ മുസ്ലിം ചക്രവർത്തിമാർ ശ്രമിച്ചത് ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരവും ഭരണത്തിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളും ലഭിച്ചിരുന്നത് 1000 വർഷം മുസ്ലിം ചക്രവർത്തിമാർ നടത്തിയിരുന്ന ഇസ്ലാമിക മുസ്ലിം ഭരണത്തിന്റെ കീഴിലായിരുന്നു. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന് വേണ്ടി സിറാജുദ്ദൗളയെ, പശ്ചിമ ബംഗാളിലെ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയിട്ട് ബ്രിട്ടീഷ് കോളനിവൽക്കരണം ഇന്ത്യയിൽ ആരംഭിച്ചപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോട്ട് വന്ന ഇന്ത്യയിലെ ഹിന്ദുക്കളും ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഒന്നിച്ച് ആവശ്യപ്പെട്ടൊരു ആവശ്യം ബഹദൂർ ഷായെ, അതായത്
മുഗൾ ചക്രവർത്തിമാരിൽ അവസാനത്തെ ബഹദൂർ ഷായെ ഇന്ത്യയുടെ ഭരണാധികാരിയാക്കി മാറ്റണം എന്നതായിരുന്നു. ഇത് ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രം, കഴിഞ്ഞ കാലത്തെ ചരിത്രം ഒരു സമുദായത്തിന്, ഒരു സമൂഹത്തിന് അവരുടെ വർത്തമാനകാലത്തെ ഭംഗിയാക്കണമെങ്കിൽ, വർത്തമാനകാലം നന്നാക്കി മാറ്റണമെങ്കിൽ അവരുടെ ചരിത്രത്തെക്കുറിച്ച് അവർ പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ സൃഷ്ടിപ്പിന് മുസ്ലിം സമുദായം വഹിച്ച പങ്ക് ചരിത്രത്തിൽ ആർക്കും തന്നെ നിഷേധിക്കുവാൻ സാധിക്കുന്നതല്ല. വർത്തമാനകാല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഏകദേശം 15% വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ജനസംഖ്യയിൽ വരുന്ന 15% വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് നിയോഗിക്കപ്പെട്ട രജീന്ദ്ര സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ആദിവാസി സമുദായങ്ങളെക്കാൾ, ബീഹാറിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന വളരെ പിന്നോക്കം നിൽക്കുന്ന ആദിവാസി സമുദായങ്ങളെക്കാളും പിറകിലാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥയെന്ന് രജീന്ദ്ര സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന ജനസംഖ്യയിൽ 15% വരുന്ന മുസ്ലിംകളുടെ കൂട്ടത്തിൽ 50%-ലേറെ മുസ്ലിങ്ങൾ ഇന്നും നിരക്ഷരരാണ് എന്നത് നമ്മെ ഞെട്ടിപ്പിക്കേണ്ട, നമ്മെ ഏറെ പ്രയാസപ്പെടുത്തേണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ ഹിന്ദി ബെൽറ്റിലുള്ള ബീഹാർ, ഗുജറാത്ത്, UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളിൽ ഇന്നും 30%-ന്റെയും ദിവസ വരുമാനം 50 രൂപയിൽ താഴെയാണ്. ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പടി കണ്ടിട്ടില്ല. നേരത്തെ എത്തിഖാന വിവാദത്തിലേക്കൊക്കെ നയിച്ചിട്ടുള്ളൊരു വിഷയമുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരാം. അതിന്റെ മുമ്പ് സൂചിപ്പിക്കട്ടെ, 50 രൂപയിൽ കുറവാണ് ഇന്ത്യയിലെ 30%-ഓളം വരുന്ന മുസ്ലിമീങ്ങളുടെ ദിവസ വരുമാനം എന്ന കാര്യം നാം ഓർക്കണം. ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒന്നുണ്ട്. ഇന്ത്യയിലെ 947 ശേഷം 2014 വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ബാബരി മസ്ജിദ് ധ്വംസിക്കപ്പെട്ട അനുഭവവും അതിന്റെ വാർത്തയും നമുക്ക് എല്ലാവർക്കും അറിയുമെങ്കിലും വിസ്മരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. 1986 ഇന്ത്യൻ പാർലമെന്റ് 87 ഇന്ത്യൻ പാർലമെന്റിൽ ആരാധനാലയ സംരക്ഷണ ബില്ല് കൊണ്ടുവന്നപ്പോ അന്നത്തെ പാർലമെന്റ് മെമ്പറായിരുന്ന ഗുലാം മഹ്മൂദ് ബനാത്വാല സാഹിബ് നടത്തിയ പ്രസംഗത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ 980ഓളം മുസ്ലിം പള്ളികൾ പൂട്ടിക്കിടക്കുകയോ കുതിരാലയങ്ങളായി മാറുകയോ അല്ലെങ്കിൽ പല പാർട്ടികളുടെയും ഓഫീസുകളുമായിട്ട് തീരുകയോ ചെയ്തിട്ടുണ്ട്. 980ഓളം മുസ്ലിം പള്ളികൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതൊരു ബാബരി മസ്ജിദ് മാത്രമല്ല, മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ കഴിഞ്ഞ 50-60 വർഷത്തിനിടയിൽ യാതൊരു വിധത്തിലുള്ള ചോദ്യം ചെയ്യലുകളും ഇല്ലാതെ തന്നെ നഷ്ടപ്പെട്ടു പോയ കഥയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ത്യയിലെ ജയിലുകളിൽ താമസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വിചാരണ കൂടാതെ തടവറയിൽ കിടക്കുന്നത് 35%-ഓളം മുസ്ലിമീങ്ങൾ. ഈ ജയിൽവാസികളുടെ കൂട്ടത്തിൽ 35% മുസ്ലിം യുവാക്കളാണ്. കേരളത്തിൽ നിന്നുള്ളതടക്കം 100 കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ എന്താണ് ചെയ്ത തെറ്റ് എന്ന് പോലും അറിയാതെ ജയിലിൽ കിടക്കുന്ന അവസ്ഥ നമുക്ക് ദുഃഖകരമായ ഒരു വസ്തുതയായി നാം കാണേണ്ടതുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് മുസ്ലിങ്ങളോട് അങ്ങേയറ്റം ശത്രുത പുലർത്തുന്ന ഒരു ഭരണകൂടം അടുത്ത കാലത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഒരു ഭരണകൂടം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് എന്തിന് ഇത്രമാത്രം പ്രയാസപ്പെടുന്നു എന്നത് ആ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ആ ഭരണത്തിലേറിയിട്ടുള്ള ആളുടെ ഭൂതകാല പ്രവർത്തനത്തെ വെച്ച് വേണം നാം വിലയിരുത്താൻ. ഗുജറാത്തിലെ 2002 കലാപവും അതുപോലെ തന്നെ ഗുജറാത്തിലെ മുസ്ലിങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കിരാതമായ അവസ്ഥയും ഒന്നും നാം ഒരിക്കലും മറന്നുകൂടാ. ഈ ഭരണകൂടത്തിന്റെ കുറിച്ച് മുസ്ലിമീങ്ങളുടെ നിലപാടെന്തായിരിക്കണമെന്ന് പറയുന്നതിന്റെ മുമ്പ് എങ്ങനെ ഫാസിസ്റ്റുകൾക്ക് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്ന ഒരു വിശകലനം അനിവാര്യമായിരിക്കുമെന്ന് തോന്നുകയാണ്. ഇന്ത്യ രാജ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആയിരക്കണക്കിന് വർഷം ഹിന്ദുക്കളും അതായത് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആര്യന്മാരും ഇന്ത്യയിലെ ബുദ്ധന്മാരും മുസ്ലിങ്ങളും ക്രൈസ്തവരായ ബ്രിട്ടീഷുകാരും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാലയളവിലൊന്നും ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നത നമുക്ക് കാണാൻ സാധിക്കുകയില്ല. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 1936 വരെ ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപം എന്ന് പറയുന്ന ഒന്ന് സംഭവിച്ചിട്ടേയില്ല. 1936 മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ആദ്യമായിട്ട് ഒരു ഹിന്ദു മുസ്ലിം സംഘടനം ഒരു വർഗീയ കലാപം സംഘടിക്കുന്നത്. 200ഓളം ആളുകൾ മരിച്ചു പോയിട്ടുള്ള പൂനെ വർഗീയ കലാപത്തിന്റെ കാരണത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 19-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികളടക്കം ബ്രാഹ്മണരായ ഹിന്ദുക്കൾക്കായിരുന്നു മേധാവിത്വം ഉണ്ടായിരുന്നത്.
അതുവരെ 10-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലെ പാവപ്പെട്ട ദളിത് പിന്നോക്ക ഹിന്ദു വിഭാഗത്തിന്റെ പേരിൽ അധികാരം വെച്ച് പുലർത്തുകയും അവരെ അടിച്ചമർത്തി ഭരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടില് മഹാരാഷ്ട്രയിലെ നവോത്ഥാന നായകനായ ജ്യോതിറാവു ഫൂലെയുടെ നേതൃത്വത്തിൽ ഒരു ഹൈന്ദവ ജാഗരണം, പിന്നോക്ക ജാഗരണം സംഭവിച്ചപ്പോ ഹിന്ദു സമുദായത്തിൽപ്പെട്ട പിന്നോക്ക ജനവിഭാഗങ്ങൾ വിദ്യാഭ്യാസത്തിലും അതുപോലെ ഭൗതിക രംഗത്തും മുന്നോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഈ മുന്നേറ്റം കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് സഹസ്രാബ്ദത്തോളമായിട്ട് നമ്മൾ അടക്കി വാണിരുന്ന, നമ്മൾ അനുഭവിച്ചിരുന്ന അധികാരം നഷ്ടപ്പെടുമെന്ന സവർണ മേലാളന്മാർക്ക് പേടിയുണ്ടായപ്പോ കൂടിയാലോചനയിലൂടെ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സഹോദരങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക. അതിനുവേണ്ടിയാണ് കള്ളപ്രചരണങ്ങൾ അയച്ചുവിട്ട് 1893 പൂനെയിലെ വർഗീയ കലാപം ഉണ്ടായത്. ഈ വർഗീയ കലാപത്തിന്റെ ശേഷം ഇന്ത്യയിൽ സവർണ ഹിന്ദു മേധാവിത്വം ശ്രമിച്ചത് ഇന്ത്യയിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലകറ്റാൻ വേണ്ടിയാണ്. ഇതിന്റെ ശാസ്ത്രീയമായ രൂപമായിരുന്നു 1926 കാൺപൂരിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന RSS. ഈ RSS നീണ്ട 60 വർഷക്കാലത്തോളം ഇന്ത്യയിൽ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് 1947-ന്റെയും 1976-ന്റെയും ഇടയിൽ 6500ഓളം വർഗീയ കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വർഗീയ കലാപങ്ങൾ മുഴുവനും ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അകറ്റുവാൻ വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ അതിനുണ്ടായിട്ടുള്ളൊരു ഫലം 947 മുതൽ 980കളുടെ അവസാനം വരെയും ഈ ശ്രമം നടത്തിയെങ്കിലും ഇന്ത്യയിലെ ഹിന്ദു മനസ്സിനെ, സെക്യുലർ ഹിന്ദു മനസ്സിനെ ഫാസിസ്റ്റ് ചേരിയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യയിലെ RSSനും ഫാസിസ്റ്റ് ചേരിക്കും സാധിച്ചിരുന്നില്ല. എന്നാൽ 980കളുടെ അവസാനത്തിൽ പുതിയൊരു തന്ത്രത്തിലേക്ക് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ കടന്നു. അത് മുസ്ലിം ഭീകരവാദം എന്ന ഒരു ഉട്ടോപ്പിയായിരുന്നു. കാശ്മീരിലാണെങ്കിലും ബോംബെയിലാണെങ്കിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലാണെങ്കിലും ഒക്കെ മുസ്ലിം ഭീകരവാദം ശക്തിപ്പെടുന്നു എന്ന വമ്പിച്ച പ്രചരണം അയച്ചുവിട്ടു. ഇതിനൊരു കാരണം കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1936 മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള സവർണ മേലാളന്മാരുടെ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സവർണർ ആദ്യം ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയിൽ അതിലേക്ക് കയറി പറ്റുകയായിരുന്നു. ഇന്ത്യയിലെ മീഡിയയിലും ഇന്ത്യയിലെ ഇന്റലിജൻസ് ബ്യൂറോയിലും കയറിപ്പറ്റുക എന്ന തന്ത്രമാണ് ഇന്ത്യയിലെ സവർണന്മാർ ആദ്യം ചെയ്തത്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഇന്ദിരാഗാന്ധിയെ പോലെ ഏറ്റവും സെക്യുലറായ മതേതരവാദികളായ ഭരണാധികാരികൾക്ക് പോലും മുസ്ലിങ്ങൾക്കെതിരായിട്ട് നടപടിയെടുക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി തീർത്തത് ഈ ഇന്റലിജൻസ് ബ്യൂറോയിൽ കയറി പറ്റിയിട്ടുള്ള സവർണ ഉദ്യോഗസ്ഥന്മാർ. ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി ഒരു ദിവസം തുടങ്ങുന്നത് ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനുമായിട്ടുള്ള അഭിമുഖത്തോടു കൂടിയാണ്. അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഭരണകൂടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. 1980കളുടെ അവസാനത്തിൽ അധികാരത്തിൽ വന്ന VP സിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ PV നരസിംഹറാവു ആണെങ്കിലും അവർക്കൊക്കെയും കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഈ ഫാസിസ്റ്റ് ചേരിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടായിരുന്നു. മുസ്ലിം തീവ്രവാദം, കാശ്മീരിലെ മുസ്ലിം തീവ്രവാദം, UPയിലെ മുസ്ലിം തീവ്രവാദം, ഈ തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുവാനുള്ള ശ്രമമാണ് കഴിഞ്ഞ 10-25 വർഷമായിട്ട് നിരന്തരമായിട്ട് ശാസ്ത്രീയമായി, വളരെ ശാസ്ത്രീയമായ രൂപത്തിൽ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ നടത്തുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രചരണത്തിൽ ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളും അവിടെ മുഴുകിയപ്പോ ഇതിൽ നിന്നൊരു തുരുത്തായിട്ട് മാറി നിൽക്കാൻ സാധിച്ചത് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UPയിൽ മുഴുവൻ സീറ്റും BJP അടിച്ചു മാറ്റിയപ്പോ അതിന് ഇപ്പോഴത്തെ BJPയുടെ പ്രസിഡന്റ്, ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്, അദ്ദേഹം 10 വർഷങ്ങൾക്ക് മുമ്പ് UP സന്ദർശിക്കുന്നുണ്ട്. കഴിഞ്ഞ UP നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം UPയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹം പഠിച്ച ഒരു തന്ത്രമുണ്ട്. ഈ മുസ്ലിം സമുദായത്തിലെ എങ്ങനെ വോട്ടുകൾ, മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ എങ്ങനെയാണ് കേന്ദ്രീകരിക്കുന്നതെന്ന് പഠിച്ചു. അതിന്റെ ശേഷം 100ഓളം വർഗീയ കലാപങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ UPയിൽ 100 വർഗീയ കലാപങ്ങൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ UPയിൽ നടത്തിയിട്ടുണ്ട്. ആ വർഗീയ കലാപങ്ങളുടെ കാരണങ്ങൾ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ഭീകരവാദികൾ ഹിന്ദു സമുദായത്തിന് നേരെ നടത്തുന്ന അക്രമത്തെക്കുറിച്ചായിരുന്നു. അതായിരുന്നു മുസഫർ നഗറിലെ ഏറ്റവും പ്രയാസകരമായ വർഗീയ കലാപത്തിലേക്ക് അടക്കം നയിച്ചത് ഈ കള്ളപ്രചരണമായിരുന്നു. എന്നാൽ കേരളത്തിന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ച ഒരു
സന്തോഷകരമായ അവസ്ഥ ഉണ്ടായത്. ഈ മുസ്ലിം ഭീകരവാദം എന്നത് അറിഞ്ഞോ അറിയാതെയോ, ജയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ആദം സേനയാണെങ്കിലും ശരി, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മഹാരാഷ്ട്രയിലും കാശ്മീരിലും ഡൽഹിയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള മുസ്ലിം ഭീകരവാദ സംഘടനകൾ അവർ അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യയിലെ ഫാസിസ്റ്റുകളുടെ ചട്ടുകങ്ങളായി മാറുകയായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഈ ചട്ടുകങ്ങളായി മാറാൻ തന്നെയായിരുന്നു ഇന്ത്യയിൽ 1990കളുടെ തുടക്കത്തിൽ മുസ്ലിം ഭീകരവാദത്തിന്റെ, മുസ്ലിം തീവ്രവാദത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നത്. പക്ഷേ ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിം മതസംഘടനകൾ, അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പങ്കിനെ ആർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. കേരളത്തിലേക്ക് മുസ്ലിം ഭീകരവാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോ അതിനെ തടഞ്ഞു നിർത്തുവാൻ, ഇസ്ലാം ഭീകരവാദത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്തുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ISM നടത്തിയ ക്യാമ്പയിൻ അതൊരിക്കലും തന്നെ ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്തതാണ്. ഞാൻ ചുരുക്കത്തിൽ സൂചിപ്പിക്കട്ടെ, ഇന്ന് നരേന്ദ്രമോദിക്ക് അധികാരത്തിലേക്ക് വരാനുണ്ടായിട്ടുള്ള പാതയൊരുക്കിയത് യാദൃച്ഛികമായിട്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള യാദൃച്ഛികമായ ഒരു വിജയമല്ല, മറിച്ച് പതിറ്റാണ്ടുകൾ പ്ലാൻ ചെയ്ത് അതിനുശേഷം ആവശ്യമായ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തുകൊണ്ടാണ്. ഈ ഭരണത്തെ ഒരു നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. 1970കളിൽ അടൽ ബിഹാരി വാജ്പേയിയും അതുപോലെ തന്നെ ലാൽകൃഷ്ണ അദ്വാനിയും ഇന്ത്യയുടെ ഭരണാധികാരികളായ സമയത്ത് ഇന്ത്യയിലെ അധികാരത്തിലേക്ക് കയറ്റിയിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് ഇന്റലിജൻസ് ബ്യൂറോയിലേക്കും അതുപോലെ തന്നെ മീഡിയകളിലേക്കും കയറ്റിയിട്ടുള്ള ആളുകളുടെ അവരുടെ കുതന്ത്രങ്ങളാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ ഭരിച്ചാൽ അതിന്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ 5-10 വർഷങ്ങൾക്ക് ശേഷമായിരിക്കുമെന്നർത്ഥം. നരേന്ദ്രമോദിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ദേശാഭിമാനിയുടെ സീനിയർ എഡിറ്ററുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ബീഹാറില് കഴിഞ്ഞ 10 വർഷമായിട്ട് നിയമസഭാ സമ്മേളനങ്ങൾ പോലും അദ്ദേഹം വിളിക്കാറില്ല. ഭരണഘടനാപരമായ ദൗത്യ നിർവഹണത്തിന് മാത്രം വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രം നിയമസഭകളിൽ ചർച്ച നടത്തുകയും നിയമസഭകളിൽ എങ്ങനെ ചോദ്യം ചോദിക്കണമെന്ന് ലിസ്റ്റ് കൊടുത്ത നിർദ്ദേശിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഗുജറാത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ഭരണഘടനയെപ്പോലും ഭരണകൂടത്തെപ്പോലും നോക്കുകുത്തിയാക്കിയിട്ട് ഫാസിസ്റ്റ് ചേരിയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി. ഇപ്പോ നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നിലവിലെ അവസ്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്നത് ഇതിനേക്കാൾ ഭയാനകരമായിരിക്കും. ഇവിടെയാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇതിന് നേരത്തെ സൂചിപ്പിച്ചു കേരളം ഒരു ചെറിയ തുരുത്തായിട്ട് മാറി നിന്നുവെന്ന്. പക്ഷേ കേരളത്തിലും ഇന്ന് RSSന്റെ ഹിന്ദു ഫാസിസ്റ്റ് ശക്തികളുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം തീവ്രവാദ സംഘടനകളെ മുസ്ലിം സമുദായ സംഘടനകളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് അകറ്റി നിർത്താൻ സാധിച്ചുവെങ്കിൽ പുതിയ പുതിയ പ്രചരണങ്ങളുമായിട്ട് അതിന്റെ ഭാഗമാണ് 5ാം മന്ത്രിയുടെ വിവാദവും പച്ചബോർഡിന്റെ വിവാദവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ നടക്കുന്ന വിവാദവുമൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് കേരളത്തിലെ SNDP അതുപോലെ തന്നെ NSS പോലെയുള്ള സംഘടനകളെ മുസ്ലിം സമുദായത്തിന് എതിരായിട്ട് തിരിച്ചു വരുന്ന ഫാസിസ്റ്റ് തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇവിടെ ഭരണത്തിലേറിയിട്ട് അനർഹമായിട്ട് ഒരുപാട് സമ്പാദ്യങ്ങൾ സമ്പാദിച്ചിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയിരിക്കുന്നു. ഇതൊരു കള്ളപ്രചരണം, ഇത് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു ചെറിയ വസ്തുത മാത്രം ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പിന്നെ ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും മുസ്ലിം മന്ത്രിമാർ ആ കൂട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. ഈ മുസ്ലിം മന്ത്രിമാരുണ്ടായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രി അനർഹമായിട്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കേരളത്തിൽ കൊടുത്തത് കാണാൻ സാധിക്കുകയില്ല. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക പരിശോധിച്ച് നോക്കുക. 4,70,275 സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളത്തിൽ. അതില് 46,500 ആളുകൾ മാത്രമാണ് മുസ്ലിങ്ങളായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അർഹമായിട്ടുള്ളതിന്റെ പകുതി പോലും മുസ്ലിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗത്തിൽ ലഭിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സ്കൂളുകളിലായിട്ട് 12,136 സ്കൂളുകളിലായിട്ട് 2,88,384 അധ്യാപകരുണ്ട്. ഇതിൽ മുസ്ലിങ്ങളായിട്ടുള്ളത് 26,429 ആളുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ 72,000-ഓളം അധ്യാപകരുണ്ടാവേണ്ടിടത്താണ് 28,000-ൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. ചുരുക്കത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അനർഹമായിട്ട് എന്തെങ്കിലും കിട്ടി, എന്തെങ്കിലും നേടിയിരിക്കുന്നു എന്ന ദുഷ്പ്രചരണം നടത്തിയിട്ട് കേരളത്തിലും ഈ ചേരിതിരിവുണ്ടാക്കുക എന്ന ഗൂഢമായ ശ്രമം, ഉത്തരേന്ത്യയിൽ വിജയിച്ചിട്ടുള്ള ഗൂഢമായ ശ്രമമാണ് ഫാസിസ്റ്റ് ശക്തികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ്
എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇത്തരം ഒരവസ്ഥയിലേക്ക് എത്തി? ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു സമുദായമായിട്ട്, ആരുടെ ഭാഗത്തും രക്ഷയില്ലാത്തൊരു സമുദായമായിട്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ എത്തി? ഒന്നാമത്തെ കാരണം, മുസ്ലിങ്ങൾ എക്കാലവും ട്രെൻഡുകൾക്ക് പിറകെയായിരുന്നു. അതത് കാലത്തുണ്ടാക്കിയിട്ടുള്ള ട്രെൻഡുകൾക്ക് പിറകെയാണ് മുസ്ലിങ്ങൾ ഓടിക്കൊണ്ടിരുന്നത്. ഓർക്കുക, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയപ്പോ അതിന്റെ മുന്നണി പോരാളികളായിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് അല്ല, അതിന്റെ മുമ്പ് 1400കളിൽ തുടങ്ങിയ പോർച്ചുഗീസുകാരോടും ഡച്ചുകാരോടും തുടങ്ങിയ സ്വാതന്ത്ര്യ പോരാട്ടത്തിലാണ് നിരന്തരമായിട്ട് മുസ്ലിങ്ങൾ ഉള്ളത്. ഈ സമയത്ത് തന്നെ മറ്റ് സമുദായങ്ങൾ അവരുടെ നില ഭദ്രമാക്കാൻ ശ്രമിച്ചിരുന്നു. മോത്തിലാൽ വോറയുടെയും അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ഒക്കെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് നമുക്കറിയാം. ബ്രിട്ടനിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടാൻ അവർക്ക് സാധിച്ചപ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ വിരിമാറ് കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പിന്നാലെയായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്നാലെയായിരുന്നു. ഭാവിയെക്കുറിച്ച് അവർ മറന്നുപോയി. പിന്നീട് ഇന്ത്യ വിഭജനം എന്നൊന്ന് വന്നപ്പോ അത് സത്യത്തിലൊരു ചതിയായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള വമ്പിച്ച ചതിയായിരുന്നു ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത്. അന്നും ഒരു മുസ്ലിം പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളിൽ പല ആളുകളും, മുസ്ലിങ്ങളിൽ ചില ആളുകളെങ്കിലും ഒരു മുസ്ലിം പാകിസ്ഥാൻ എന്ന സന്ദേശവുമായിട്ട് അതിന്റെ പിന്നാലെ പോയപ്പോ മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത് വലിയൊരു വിലയാണ്. ഇതിനപ്പുറത്തിന് നിങ്ങൾ നോക്കുക, 1989 VP സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മസീഹ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ രംഗത്ത് വന്നു. സത്യത്തിൽ ഇന്ത്യയിൽ BJP വളരുന്നതിന് ഏറ്റവും മുന്നിൽ നിന്നത് VP സിംഗിന്റെ മുന്നേറ്റമായിരുന്നു. 1984 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJPക്ക് 1989 അത് 86 സീറ്റാക്കിയിട്ട് ഉയർത്തിക്കൊടുത്തത് തൊട്ടുകൂടായ്മയുടെ അകറ്റി നിർത്തിയിരുന്ന BJPയെ മുഖ്യധാരയിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് VP സിംഗിന്റെ കാലത്തുണ്ടായിട്ടുള്ള അലയൻസ് ആയിരുന്നു. അന്നാണ് കാശ്മീരിലെ കുപ്വാര ജില്ലയില് 1,250 കുടുംബത്തിൽപ്പെട്ട മുസ്ലിം സ്ത്രീകളെ പട്ടാളം ഒന്നിച്ച് ബലാത്സംഗം ചെയ്ത അനുഭവം ഉണ്ടായത് അന്നായിരുന്നു. ഞാൻ സൂചിപ്പിച്ചത് ട്രെൻഡുകൾക്ക് പിന്നാലെ ഓടിയിട്ട് എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പോകുന്നൊരവസ്ഥയാണ്. ഇന്നും ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ, നമ്മൾ ഈ നരേന്ദ്രമോദിയുടെ അപകടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും മോഡിയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും മോഡിയുടെ കൂടെ നിന്നുകൊണ്ട് സംസാരിക്കുവാനും പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകളെ ഉത്തരേന്ത്യയിലെ ഗുജറാത്തിലും UPയിലും ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. താടി വെച്ച തലപ്പാവ് ധരിച്ച നിസ്കാരത്തായമ്പുള്ള മുസ്ലിം പണ്ഡിതന്മാരെ മോഡിക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇന്നും അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എക്കാലത്തും ട്രെൻഡുകൾക്ക് കൂടെ പോകുന്ന മുസ്ലിം സമുദായം ക്രിയാത്മകമായി ആലോചനയിലൂടെ മുന്നോട്ട് പോയില്ല എങ്കിൽ വരുന്ന കാലം അപകടകരമായിരിക്കുമെന്ന വസ്തുത നാം മറന്നു പോകരുത്. ഒന്നാമതായി, എല്ലാ പ്രയാസങ്ങൾക്കു മുമ്പിലും നരേന്ദ്രമോദിയല്ല, അതിനേക്കാളും വലിയ അക്രമി അധികാരത്തിൽ വന്നാലും ശരി മുസ്ലിം സമുദായത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. നേരത്തെ ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രം അതാണല്ലോ സൂചിപ്പിക്കുന്നത്. ഫിർഔൻ എന്ന് പറയുന്ന അന റബ്ബുക്കുമുൽ അഅല എന്ന് വിശേഷിച്ച ഫിർഔനിന്റെ കിരാതമായ ഹസ്തങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ ഇന്ത്യയിലെ ഏതേത് അക്രമ ഭരണകൂടം നിലവിൽ വന്നാലും ശരി അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമോ എന്നത് നമ്മൾ ആലോചിക്കണം. പള്ളിക്ക് പകരം ദർഗകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മുസ്ലിം സമുദായം, അതോടൊപ്പം എന്താണ് ദീന്, എന്താണ് മതം എന്ന് അറിഞ്ഞുകൂടാത്തൊരു സമുദായം, ഈ സമുദായത്തിന് എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക എന്നത് നാം ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ അള്ളാഹു നൽകുന്ന ഒരു വാഗ്ദത്തമുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുൻഗാമികളെ ഭരണാധികാരികളാക്കിയതുപോലെ ഞാൻ നിങ്ങളെ അധികാരസ്ഥരാക്കി മാറ്റും. യഅ്ബുദൂനനി വലാ യുശ്രികൂ ബി ശൈഅ. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, മറ്റൊന്നിനെയും പങ്കു ചേർക്കരുത്. 1992 ബോംബെയിലെ വമ്പിച്ച വർഗീയ കലാപമുണ്ടായി. ഈ ബോംബെ വർഗീയ കലാപത്തിനിടയിൽ ബോംബെയിലെ മുസ്ലിങ്ങളെ നമ്മൾ കാണുന്നത് ബാബാ സാഹിബിന്റെ ദർഗയിൽ ബാബാ സാഹിബ് ഇത് കാണുന്നില്ലേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെയാണ്. ഈ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമോ എന്നത് നാം ആലോചിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഷയം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകന്മാരായിട്ട് വന്നിട്ടുള്ള എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും, മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് മുഴുവനും അടിവേരന്വേഷിക്കുമ്പോ അത് ഇന്ത്യയിലെ ഫാസിസ്റ്റുകളുടെ സൃഷ്ടിയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ വർത്തമാനകാലത്ത് മുസ്ലിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ജിഹാദ്, ഒന്നാമത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി തീരുക എന്നതാണ് ഒന്നാമതായി വേണ്ടത്. നാം അള്ളാഹുവിനെ അനുസരിച്ച്, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുമോ എങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അതോടൊപ്പം
ഈ ദീനിന്റെ പ്രബോധനം അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളാണ് ഉത്തമന്മാർ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങളാണ് ഖൈർ ഉമ്മത്ത്, നിങ്ങളാണ് ഇവിടെയുള്ള ഏറ്റവും നല്ല സമുദായം, ഏറ്റവും ഉത്തമ സമുദായം. ആ ഉത്തമ സമുദായമായി തീരണമെങ്കിൽ രണ്ട് വിശേഷണം മുസ്ലിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഒന്ന്, സ്വയം മുസ്ലിങ്ങളായി തീരുകയും ഈ ദീൻ എന്താണെന്ന് ഈ നാട്ടിലെ അമുസ്ലിം സഹോദരങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. സന്ദർഭോചിതമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. മുമ്പ് പല മുസ്ലിം ഹൈന്ദവ ഫാസിസ്റ്റ് തീവ്രവാദികളെയും കൊല്ലാൻ മുൻകൈയെടുത്തിട്ടുള്ള മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളുകളുണ്ട്. ഇവർക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കുമോ, ഞങ്ങള് ദഅവത്ത് പൂർത്തിയാക്കിയ ശേഷമാണ് ഈ ആളുകൾക്ക് നേരെ വാളോങ്ങിയിട്ടുള്ളതെന്ന് പറയാൻ ആർക്കൊക്കെ സാധിക്കും? ഇവിടെയാണ് ഇസ്ലാം എന്താണെന്ന് ഇന്ത്യയിലെ 80 കോടി വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അവരെ അറിയിക്കുവാൻ, അതിനാദ്യം മുസ്ലിങ്ങളായി ജീവിക്കുക, അതിന്റെ ശേഷം എന്താണ് ഇസ്ലാം എന്ന് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ ഏത് വലിയ ഫാസിസ്റ്റ് വന്നാലും ശരി, ആ ഫാസിസത്തെ തടുത്തു നിർത്താൻ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ശക്തി നൽകും. രണ്ടാമത്തെ ഒരു കാര്യം, മുസ്ലിങ്ങൾ ഇന്ന് ഊന്നൽ നൽകേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1400കളിൽ തുടങ്ങിയിട്ട് ഇവിടെയുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലെറിയപ്പെട്ട മുസ്ലിം സമുദായം മറന്നുപോയത് അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കേണ്ടവരാണ്. എല്ലാ ആളുകളും ആവേശത്തിന്റെ പിന്നാലെ പോകുമ്പോ അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് വരണമെന്ന് പറഞ്ഞ മഹാനായ മനുഷ്യനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ, കേരള മുസ്ലിങ്ങൾക്ക് മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഫറൂഖ് കോളേജാണെങ്കിലും തിരുരങ്ങാടിയിലെ കോളേജാണെങ്കിലും കേരളത്തിൽ അമ്പരച്ചുംബികളായിട്ട് ഉയർന്നു നിൽക്കുന്ന മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ സമുദായത്തെ പിടിച്ചു നിർത്തുന്നതിൽ ഏറെ പങ്കുവഹിച്ചു എന്നത് ആർക്കും എതിർക്കാൻ സാധിക്കാത്തൊരു വസ്തുതയാണ്. മുസ്ലിം സമുദായം മുന്നോട്ട് പോകേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ IAS IPS തലത്തിൽ സിവിൽ സർവീസ് മേഖലയിൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിലെ 1.5% ഇന്ത്യയിലെ സിഖ് സമുദായത്തിന്റെ ജനസംഖ്യ, 14% ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ സിഖ് സമുദായത്തിന് പേടിയില്ല, എന്നാൽ 14% മുസ്ലിം സമുദായത്തിന് പേടിയുണ്ട്. എന്താണ് കാരണം? ഇന്ത്യയുടെ അധികാര സ്ഥാനങ്ങളിൽ 1.5% വരുന്ന സിഖ് സമുദായം IAS IPS തലത്തിൽ 12%-ലേറെ അവർ കയറി പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആ രംഗത്തുള്ള പ്രാതിനിധ്യം 2% താഴെയാണെന്ന് ഓർക്കുമ്പോൾ ദുഃഖകരമായ ഒരു വസ്തുതയാണത്. വൈജ്ഞാനിക മേഖലയിൽ മുന്നോട്ട് പോയത് കൊണ്ടല്ലാതെ ഒരു സമുദായത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്, പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വരുന്ന കാലത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് അധികാര കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുന്നത് കൊണ്ട് മാത്രമാണ്. സർക്കാർ ഉദ്യോഗം ഒരിക്കലും നമ്മൾ കൈവെടിഞ്ഞുകൂടാ. ഇന്ത്യയില് ഭരണകൂടം ഏത് വരട്ടെ, ഏത് ഭരണകൂടം വന്നാലും ഭരണത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണെന്ന കാര്യത്തിൽ സംശയമില്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെയുള്ള, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെയുള്ള ഇടയ്ക്കിടെയുള്ള വിമർശനങ്ങൾ കടന്നു വരുന്നത് അദ്ദേഹത്തെ തകർക്കുവാൻ, അദ്ദേഹത്തെ മാത്രമല്ല മുസ്ലിം നാമധാരികളായ മന്ത്രിമാരും ഭരണാധികാരികളെയും തകർക്കുവാനുള്ള ഗൂഢമായ ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇവിടെ കയറിപ്പറ്റാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചാൽ അവിടെയാണ് നമ്മുടെ വിജയം എന്നത് നമ്മൾ ഓർക്കുക. ആത്യന്തികമായും അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരായ മുസ്ലിം സമുദായമായി തീരാൻ, ഒരു ഉമ്മത്തായി തീരാൻ നമുക്ക് സാധിച്ചാൽ ഏത് ഭരണകൂടം ഇന്ത്യയിൽ നിലവിൽ വന്നാലും ശരി, അള്ളാഹുവിന്റെ സഹായവും നമ്മുടെ കൂടെ ഉണ്ടാകും. അവിടെ വിജയിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന വസ്തുത നമ്മൾ മറക്കാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നിങ്ങളിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.